നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്ന ജലം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് ശക്തമായ മഴയിൽ ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയ സാഹചര്യത്തിൽ അണക്കെട്ട് തുറന്നത് 2022 ശേഷം ആദ്യമായി. മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പേ തന്നെ ഒരു പഠനം നടത്തിയിരുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. അതിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിപ്പിച്ച് ആ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ. മലയോര ഹൈവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് മൺതിട്ടയിടിഞ്ഞ് 2 വീടുകൾ അപകടാവസ്ഥയിൽ. മണ്ണിടിച്ചിലുണ്ടായത് കാഞ്ചിയാർ സ്വരാജിൽ. മഴ ശക്തമായി മൺതിട്ട കൂടുതലിടിഞ്ഞാൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത. ഇത്തവണ കാലവർഷ ആരംഭത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് സമ്മാനിച്ചത് വലിയ തിരിച്ചടി. കർഷകർക്ക് വിനയായത് കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലം പതിച്ചത്. മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞുപോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ കർഷകർ. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. ശക്തമായ മഴയിൽ ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയ സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്ന ജലം പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. 2022 ശേഷം ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നത്. ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയതിനു ശേഷമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയതോടെ തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് എത്തിയെങ്കിലും രാത്രികാലത്ത് അണക്കെട്ട് തുറക്കരുതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തമിഴ്നാടിനെ അറിയിച്ചതനുസരിച്ചാണ് പകൽ അണക്കെട്ട് തുറന്നത്. 136.25 അടിയിൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അണക്കെട്ട് തുറന്നത്. ഓരോ ഷട്ടറും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി 250 ക്യൂസെക്സ് വെള്ളമാണ് പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നത്. അതേസമയം നിലവിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയാൻ കാരണമാകും. ഒപ്പം ജൂൺ 30 വരെയാണ് 136 അടി എന്ന റൂൾ കർവ് ഉള്ളത്. ഇതിനുശേഷം റൂൾ കർവ് മാറുമെന്നുള്ളതിനാലും ഷട്ടറുകൾ താഴ്ത്തുവാനാണ് സാധ്യത. നിലവിൽ പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പെരിയാറിൽ കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യവും നിലവിലില്ല. മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പേ തന്നെ ഒരു പഠനം നടത്തിയിരുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മറയൂരിൽ പറഞ്ഞു. അതിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിപ്പിച്ച് ആ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മറയൂരിലെ കരിമ്പ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച് കർഷകർ കളക്ടർക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു. ഓൾറെഡി തന്നെ ഇതിനു വേണ്ടി ഒരു പഠനം നടത്തിയായിരുന്നു. നമ്മുടെ കൃഷി ഓഫീസർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ മുഖേന അതിന് തന്നെ നമുക്ക് കുറച്ച് പ്രോജക്ട്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ചർച്ചയിൽ കൂടി സിമിലർ ലൈൻസിലാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യണം, പിന്നെ മാർക്കറ്റിംഗ് ചാനൽസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. അത് മുന്നോട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടി ടേക്ക് ദം ഓൾ ടുഗദർ ടു എൻഷുർ ദാറ്റ് നമ്മുടെ കരിമ്പിന് ഉള്ള വില കിട്ടുന്നുണ്ട്, ആ കരിമ്പിന് ഉള്ള ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അതിലേക്കുള്ള കുറേ സാധനങ്ങൾ കൂടി നമുക്ക് ഉത്പാദിക്കാൻ പറ്റുന്നുണ്ടുള്ള കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റ് മുന്നോട്ട് നീങ്ങുന്നത്. മലയോര ഹൈവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് മൺതിട്ടയിടിഞ്ഞ് 2 വീടുകൾ അപകടാവസ്ഥയിൽ. കാഞ്ചിയാർ സ്വരാജിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മഴ ശക്തമായി മൺതിട്ട കൂടുതലിടിഞ്ഞാൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ സ്വരാജിൽ വ്യാപകമായി മൺതിട്ട ഇടിച്ച് നിരത്തിയിരുന്നു. തുടർന്ന് മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിലുമുണ്ടായി. പിന്നീട് കരാറുകാർ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചു. എന്നാൽ ഇതിന് സമീപം മണ്ണെടുത്ത ഭാഗങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് കൽക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും കൽക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഇതോടെയാണ് മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ മേഖലയിലെ 2 വീടുകളാണ് അപകടാവസ്ഥയിലായത്. ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നതായി കുടുംബങ്ങൾ പറയുന്നു. ഇത് പ്രവേശവും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഈ മഴ വന്നേ പിന്നെ അതവിടെ മണ്ണ കിടക്കുക. പിന്നെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞ് പ്രവേശവും ഇങ്ങനെ ഇടിഞ്ഞപ്പോഴത്തേന് ആകെ പേടിയായിരുന്നു. രാവിലെ ഏറ്റു വന്നതേ ഞാൻ വന്ന് നോക്കി ഇവിടെ ഉണ്ടോയെന്നാണ്. ഈ മുറി ഇവിടെ എല്ലാം അത് പിന്നെ ഭിത്തിക്കെല്ലാം വിള്ളലുണ്ട്. ഭിത്തിയെല്ലാം അങ്ങോട്ട് ഇടുന്നുണ്ട്, തറയ്ക്കെല്ലാം പത്താഴപ്പുരയ്ക്കൽ റോജേഷ്, പുലിക്കുന്നേൽ മുകളിൽ അനിൽകുമാർ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്.
മഴ കൂടി പെയ്യുന്നതോടെ തങ്ങൾ വലിയ ആശങ്കയിലാണെന്നും വീട്ടുകാർ പറഞ്ഞു. അതായത് കഴിഞ്ഞ വർഷം മഴക്കാലത്താണ് ഇവിടെ ഇത് ഇടിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വലിയൊരു കെട്ടിവിടെ വേണ്ടി വന്നത്. അപ്പോൾ അന്ന് ഇവരിവിടെ വന്നപ്പം പഞ്ചായത്തിൽ നിന്നൊക്കെ ഇടപെട്ട് എല്ലാവരും സംസാരിച്ചപ്പോൾ ഇത് ബാക്കിയും കൂടെ ഇവിടെ ചെയ്തു തരാം, ഇവിടെ ഈ വീടിനും ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു. പിന്നീട് അവരത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും ഇടിഞ്ഞു. ഇപ്പോൾ ഞങ്ങളൊരു 3 വീട്ടുകാർക്ക് ഇപ്പോൾ കയറി വീട്ടിലോട്ട് പോകാനോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ വഴി പോലും ഇല്ല. വഴിയിലോട്ടും മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ ഈ കെട്ടി ഇവർ വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതി കെട്ട് നിർത്തിയിട്ട് ബാക്കി മൺതിട്ടയായിട്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ അടി ഇങ്ങനെ വീണ്ടും നിൽക്കുന്നുണ്ട്. അതിലേ നമുക്ക് കയറി പോകാൻ പേടിയാണ്. കാരണം അതെപ്പോഴാണ് ഇടിഞ്ഞു പോകുന്നത് പറഞ്ഞില്ല, അതിൻ്റെ ഇവിടെ എല്ലാം വീണ്ടും നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് പലതവണ അവരോട് പറഞ്ഞാണ്. അപ്പുറത്തെ സൈഡ് വേറൊരു വീട്ടുകാരുണ്ട്, അവർക്കും അവിടെ രോഗികളൊക്കെയാണ്, കയറി പോകാനും വഴിയൊന്നുമില്ല. മണ്ണ് നീക്കിയതോടെ വീടുകളിലേക്കുള്ള വഴിയും നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ ഒരു വീട്ടിലേക്കുള്ള വഴി മാത്രമാണ് നിലവിൽ കരാറുകാരൻ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. എന്നാൽ മണ്ണിടിയുന്ന സാഹചര്യത്തിൽ ഈ നടപ്പാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീഴുക. ഇതോടെ ഇതുവഴിയുള്ള യാത്രയും മുടങ്ങും. നിലവിൽ ഭൂമി വിണ്ട ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ വിരിച്ച വെള്ളം ഇറങ്ങാതെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. വീട്ടുമുറ്റത്ത് കിടന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ച പ്രതിയെ കഞ്ഞിക്കുഴി പോലീസ് പിടികൂടി. കഞ്ഞിക്കുഴി ചുരുളിപ്പതാൾ സ്വദേശി സാൻവി മൈക്കിളാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കീരിത്തോട് പകുതിപ്പാലം സ്വദേശി കുടിക്കയത്ത ജയേഷിന്റെ KL 16K 4661 എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷയാണ് 4 ദിവസങ്ങൾക്ക് മുൻപ് വീട്ടുമുറ്റത്തു നിന്നും മോഷണം പോയത്. കഞ്ഞിക്കുഴി പോലീസ് നടത്തിയ പരിശോധനയിൽ ചുരുളിപ്പതാലിൽ നിന്ന് ഓട്ടോറിക്ഷ കണ്ടെടുത്തിരുന്നു. തുടർന്ന് ഓട്ടോറിക്ഷ കണ്ടെടുത്ത ഭാഗത്ത് സംശയം തോന്നിയ ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ നിന്നാണ് ചുരുളിപ്പതാൽ സ്വദേശി പനശ്ശിക്കൽ സാൻവി മൈക്കിൾ കുറ്റം സമ്മതിച്ചത്. തുടർന്ന് കഞ്ഞിക്കുഴി പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 15-കാരൻ വീട്ടുകാരറിയാതെ വീട്ടിൽ നിന്ന് സ്വർണം കൈക്കലാക്കുകയും സുഹൃത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി പണമാക്കുകയും ചെയ്ത സംഭവത്തിൽ സുഹൃത്തായി അടിമാലി മണ്ണാങ്കാല സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് അടിമാലി 200 ഏക്കർ സ്വദേശിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. 2 ദിവസങ്ങളായി 24 ഗ്രാം സ്വർണമാണ് വീട്ടുകാരറിയാതെ 15-കാരൻ കൈക്കലാക്കി സുഹൃത്തിന് കൈമാറിയത്. അടിമാലി മന്നാങ്കാലയിൽ താമസിക്കുന്ന ആശിഷാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അടിമാലി പോലീസിന്റെ പിടിയിലായത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് അടിമാലി 200 ഏക്കർ സ്വദേശിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പരാതിക്കാരിയായ വീട്ടമ്മയുടെ 15-കാരനായ മകൻ വീട്ടുകാരറിയാതെ സ്വർണം കൈക്കലാക്കി സുഹൃത്തിന് നൽകുകയായിരുന്നു. 2 ദിവസങ്ങളിലായി 24 ഗ്രാം സ്വർണമാണ് വീട്ടുകാരറിയാതെ 15-കാരൻ കൈക്കലാക്കി സുഹൃത്തിന് കൈമാറിയത്. സുഹൃത്ത് ഈ സ്വർണം 2 ലക്ഷം രൂപയ്ക്ക് അടിമാലിയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തി. ഇതിൽ 60,000-ഓളം രൂപ സുഹൃത്ത് 15-കാരന് നൽകിയതായി പോലീസ് പറഞ്ഞു. ബാക്കി തുക ആശിഷ് എന്തു ചെയ്തുവെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പരിശോധനയിൽ പ്രതി വിൽപ്പന നടത്തിയ സ്വർണം പോലീസ് തിരികെയെടുത്തു. കാട്ടാനയെ തുരത്തുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടി മധ്യവയസ്കന് പരിക്ക്. ചിന്നക്കനാൽ 301 കോളനി നിവാസിയായ ആരോഗ്യദാസിനാണ് പരിക്കേറ്റത്. പുലർച്ചെ 3 മണിക്ക് കൃഷിയിടത്തിലെത്തിയ ചക്കക്കൊമ്പനെ തുരത്താൻ പടക്കം പൊട്ടിക്കുന്നതിനിടയിലായിരുന്നു അപകടം. വലത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ആരോഗ്യദാസിനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തമിഴ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് ആരോഗ്യദാസ്. മറയൂർ പഞ്ചായത്തിലെ കുമ്മിട്ടാങ്കുഴി ഗോത്രവർഗ കോളനിയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണത്തിന് ആദ്യ ഗഡു അനുവദിക്കുകയും പിന്നീട് ബാക്കി തുക അനുവദിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തതോടെ പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ സന്ദർശിച്ച അഡ്വക്കേറ്റ് എ രാജ MLA വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമേ തുടർന്നുള്ള തുക എങ്ങനെ നൽകാനാകൂവെന്ന തീരുമാനമെടുക്കുമെന്നും MLA മറയൂരിൽ പറഞ്ഞു. ഇങ്ങനെ ലൈഫ് മിഷനിൽ ആദ്യ ഗഡു അനുവദിച്ചു. 6ഓളം കുടുംബങ്ങൾക്ക് അനുവദിച്ച ആദ്യ ഗഡു കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള ഗഡു എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഗഡു കൊടുത്താൽ മാത്രമേ പണി ആരംഭിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കണ്ട് സ്ഥലം സന്ദർശിച്ചു. ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടർ ഇവിടെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗഡു കൊടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ള ഗഡു കൂടെ കൊടുത്ത് പണി പൂർത്തീകരിക്കണം. അപ്പോൾ മനസ്സിലാക്കിയത് നേരത്തെ കൊടുത്തിട്ട് പിന്നെ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവർക്ക് മറ്റുള്ള സ്ഥലത്ത് പട്ടയ സ്ഥലങ്ങളുണ്ട്. പട്ടയ സ്ഥലം മാത്രമല്ല അവിടെയുള്ള വീടിന് മെയിൻ്റനൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിൽ പെടത്തില്ല, ലൈഫിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് ഇന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു തീരുമാനം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രമേ ഇനി തുടർന്നുള്ള ഗഡുകൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സന്ദർശനമായിരുന്നു.
ഈ മഴക്കാലത്തിന് മുമ്പേയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നതോടെ വട്ടവട മേഖലയിൽ യാത്രാക്ലേശം അതിരൂക്ഷ. മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോവിലൂർ ടൗണിലടക്കം വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. പഞ്ചായത്ത് പരിധിയിലെ പ്രധാന റോഡുകളൊക്കെയും തകർന്നു കിടക്കുന്നത് പ്രദേശവാസികളുടെ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കുന്നു. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ഈ മഴക്കാലത്തിന് മുന്നേയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ആളുകളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടു പോക്കുണ്ടാവാറില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പഴത്തോട്ടം, ചിലന്തിയാർ, സ്വാമിയാറളക്കുടി, കൂടലാർക്കുടി, വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്തുകിടക്കുന്നു. മഴ പെയ്തതോടെ കോവിലൂർ ടൗണിലടക്കം വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ ഇവിടെ റോഡ് കോവിലൂർ ടു ചിലന്തിയാർ റോഡ് ഒരു 10-35 വർഷമായിട്ട് ടാർ ചെയ്തിട്ട് ഒരു 5-10 വർഷമായിട്ട് ഈ റോഡ് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്നതാണ്. ഇത് PW എടുത്തും നമ്മൾ പഞ്ചായത്ത്, MLA, PW എല്ലാ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി ചെയ്തിട്ടും ഇതുവരെയായിട്ട് അതിനൊരു മറുപടിയോ ഇത് ചെയ്യാമെന്നോ ഒന്നൊരിതില്ല. ഒരു 3-4 വർഷം മുമ്പ് നമുക്കൊരു 5 കോടി രൂപ പാസ്സായെന്ന് പറഞ്ഞിട്ടില്ലാതെ ബഡ്ജറ്റിൽ വകയിരുത്തിയെന്നില്ലാതെ ഇതിന് യാതൊരു ഇതില്ല. ഈ റോഡ്, സ്കൂള്, അതേപോലെ തന്നെ ആശുപത്രി, ഫാമിലി ഹെൽത്ത് സെൻറ്റർ, പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, 3 ആദിവാസി കുടി, അതേപോലെ തന്നെ ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഇത് ടൂറിസത്തിനെയും പൊതുജനങ്ങളെയും റിസോർട്ടിനെ അതേപോലെ തന്നെ ടൂറിസത്തിനെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. ഇതുവഴി നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. മഴയത്താണെങ്കിൽ പുഴയാണ് റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത്. ഗസ്റ്റുകൾ കാറും കൊണ്ട് വന്നിട്ട് അവരുടെ കാറുകൾ കയറാതെ അടിയിടിച്ച് അടിയിലെ ബമ്പർ പോലെ വൻ നാശനഷ്ടമാണ്. ബൈക്ക് ഒരു ദിവസം മിനിമം ഒരു 3 ബൈക്കാരെങ്കിലും വീണ് അവർക്ക് പരിക്കേൽക്കുന്നുണ്ട്. സ്കൂള് തൊട്ട് താഴെ തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ചെറിയ പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് താഴെ നേഴ്സറി സ്കൂളുണ്ട്. ഇതിനൊന്നും നമുക്ക് ബാധിക്കാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പഞ്ചായത്തായാലും ശരി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും നമുക്ക് അതിനൊരു ഇത് പെട്ടെന്ന് ഒരു ഇത് എടുത്തു തരണം. കാരണം ഇത് പാസ്സായെന്നില്ലാതെ ആരും ഇതിനായിട്ടൊരു മുൻഗണന കൊടുക്കുന്നില്ല. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര ദുഷ്കരമായി കഴിഞ്ഞു. കുലുങ്ങിപ്പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നുണ്ട്. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നു. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ് ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യമുന്നയിക്കുന്നു. കട്ടപ്പന പവർ ഇൻ ജീസസ് ഹിന്ദി ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സാന്താൾ ലഹളയുടെ 170ാം വാർഷികം സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന അശോക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. റാലിക്ക് ശേഷം പവർ ഇൻ ജീസസ് ചർച്ച് ടീമിന്റെ സ്വാഗത ഗാനത്തോടെയാണ് യോഗം ആരംഭിച്ചത്. സന്താൾ ഫുൽക്രാന്തി എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. ബ്രദർ വിൻസെന്റ് തോമസ് അധ്യക്ഷനായിരുന്നു. സന്താൾ ലഹളയുടെ നായകന്മാരായ സിദോ മുർമു, കാൽഹു മുർമു എന്നിവരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഈ ഒരു തലത്തിൽ, മലയാളികളും അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും ഈ രാജ്യം ഒട്ടുക്കുമുള്ള എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ ഭാരതീയരായി മാറുന്നത്, നമ്മൾ ഇന്ത്യക്കാരായി മാറുന്നത്. जब हमारे देश में रहने वाले प्रत्येक व्यक्ति, चाहे केरल को अलग अलग स्टेट के हो, हम सब जब एकजुट हो जाते हैं तब सचमुच में हम भारतीय बन जाते हैं, भारत का बन जाते हैं. और धीरे अबू भारत को नो केरल को निटा स्टेट को हे कते जुदी जोतो हड़ मिट झमुक बुन तहनकान मिट मोत बुन तहनकान सरगी तबे अबू तो भारतरन हड़ बुन झमुको कना. നിങ്ങൾ ഈ നാടിനു വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പ്രദേശങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന
വലിയ സംഭാവനയ്ക്ക്, വലിയ സേവനങ്ങൾക്ക് ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. आप इस हमारे इलाके के लिए, देश केरला के लिए जो भी योगदान आप देते हैं और जनप्रतिनिधि होने के नाते मैं उस बात के लिए आपके आदर करता हूँ और आपके योगदान को मैं आदर करते हैं. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, സിജു ചക്കുമൂട്ടിൽ, വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ്, ജോർജ് ജേക്കബ്, ജേക്കബ് എബ്രഹാം, ജോർജ് ഒഴാക്കൽ, പാസ്റ്റർ രാജേഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സൈനികന് ആദരമൊരുക്കി ഗ്രാമസഭ. അടിമാലി സ്വദേശിയും സൈനികനുമായ അഭിരാം സോമനാണ് പഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദനമൊരുക്കിയത്. യുദ്ധമുഖത്തെ തന്റെ അനുഭവങ്ങൾ അഭിരാം തന്റെ നാട്ടുകാരുമായി പങ്കുവച്ചു. ജമ്മു കാശ്മീരിലെ റജോറിയിലാണ് നിലവിൽ അഭിരാം സോമൻ സൈനികനായി സേവനമനുഷ്ഠിച്ചു വരുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അടിമാലി പൊളിഞ്ഞപാലം തെക്കേമുറിയിൽ സോമൻ ഓമന ദമ്പതികളുടെ മകനാണ് ഈ പട്ടാളക്കാരൻ. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ അഭിരാമിന് അനുമോദനമൊരുക്കാൻ പ്രദേശവാസികൾ തീരുമാനിക്കുകയും ഗ്രാമസഭ വേദിയാക്കുകയുമായിരുന്നു. സിന്ദൂർ എന്ന പേരിട്ടുകൊണ്ട് നമ്മുടെ സൈന്യം അതിവിദഗ്ധമായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭീകരവാദികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യം അതിനെ ഒറ്റക്കെട്ടായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ലോകം ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം നിലനിന്നിട്ടുണ്ട്. ആ ഒരു ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള അഭിറാം നമ്മുടെ ഈ ഗ്രാമസഭയിൽ കടന്നു വരാനും നമുക്കൊക്കെ അദ്ദേഹത്തെ ഒന്ന് കാണാനും നമ്മളെ അദ്ദേഹത്തിനൊന്ന് കാണാനും ഒക്കെ ഒരു അവസരം ഇവിടെ കിട്ടി. അഭിരാമിനെ ഗ്രാമസഭയിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. യുദ്ധമുഖത്തെ തന്റെ അനുഭവങ്ങൾ അഭിരാം തന്റെ നാട്ടുകാരുമായി പങ്കുവച്ചു. സിന്ദൂറിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ അഭിമാനമുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു അറ്റാക്കായിരുന്നു ആ ടൈമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നമുക്ക് നേരെ ഉണ്ടാക്കിയത്. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ 10-26ഓളം ആൾക്കാർ, അതും എല്ലാ ഓരോ വീടിൻ്റെ പ്രതീക്ഷകളായ ആൾക്കാരാണ് എല്ലാവരും അറ്റാക്ക് ചെയ്ത് അവരെ കൊന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടായതിന് ശേഷം നമ്മുടെ രാജ്യം അതിനെ എതിർക്കാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു 10-15 ദിവസത്തോളം അതിനുള്ള പ്രിപ്പറേഷനായിരുന്നു, അവർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെ. നമ്മുടെ ഇന്ത്യൻ ആർമി ഫുള്ള് എല്ലാ ലൊക്കേഷനിലും വന്ന് സെറ്റായി അവർക്ക് തിരിച്ചുള്ള അറ്റാക്കിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എയർ സ്ട്രൈക്ക് നടത്തിയത്. നാടിന്റെ യശസ്സുയർത്തിയ ഓപ്പറേഷനിൽ പങ്കുചേർന്ന സൈനികൻ ഗ്രാമസഭയിൽ സാന്നിധ്യമായതിന്റെ സന്തോഷം ഗ്രാമസഭയിൽ പങ്കെടുത്തവരും പങ്കുവച്ചു. ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ രാജു അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്യു ഫിലിപ്പ്, CD അഗസ്റ്റിൻ, മിനി ബിജു, തങ്കമ്മ ജയൻ, ഷേർലി MJ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിലും സംസ്ഥാന സ്കൂൾ കലോത്സവം, ശാസ്ത്രോത്സവം എന്നിവയിലും വിജയികളായ ലൈബ്രറി അംഗങ്ങളുടെ മക്കളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ലൈബ്രറി പ്രസിഡന്റ് PC ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മറ്റ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മക്കള് അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പന്മാർക്ക് സഹോദരങ്ങൾക്ക് കൈവിട്ടു പോകുമല്ലോ എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ഏതൊരമ്മയാണേലും പറഞ്ഞു പോകും അറിയാതെ, മക്കൾ കൈവിട്ടു പോകരുതല്ലോ, നല്ല കുഞ്ഞുങ്ങളായിട്ട് വരണമല്ലോ എന്ന് ഓർക്കുന്നത് കൊണ്ട്. പക്ഷെ എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്, നിങ്ങളിപ്പം വിദ്യാർത്ഥികളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവര്, +2 കഴിഞ്ഞവര്, ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർ കാണും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ കുട്ടികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ITCL പ്രസിഡന്റ് ബെന്നി മാത്യു അനുമോദന സന്ദേശം നൽകി. ലൈബ്രറി സെക്രട്ടറി TB ശശി, ലൈബ്രറിയൻ ശില്പ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന തൂങ്കുഴി അംഗനവാടിയിൽ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി.
ഷാജി വെള്ളമാക്കൽ, ഓമന ജനാർദ്ദനൻ, ടെസി ടോണി, ഡെയ്സി ബെന്നി, സാബു കുര്യൻ, സജി കോലോത്ത, കണ്ണൻ ഭൂപതി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇത്തവണ കാലവർഷ ആരംഭത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലംപതിച്ചതാണ് കർഷകർക്ക് വിനയായത്. മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞുപോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷവും കാലവർഷ ആരംഭത്തിലുണ്ടായ കാറ്റും മഴയും ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കാകെ പ്രതിസന്ധി തീർത്തിരുന്നു. ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ടൊരു വിഭാഗം കർഷകരാണ് കാന്തല്ലൂരിലെ പ്ലം കർഷകർ. മൂപ്പത്തി പാകമാകുന്ന പ്ലം പഴങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നത് മെയ് മാസം അവസാനത്തോടെയാണ്. എന്നാൽ മഴയും കാറ്റും നേരത്തെ എത്തിയതോടെ പാകമായി നിന്നിരുന്ന പ്ലം പഴങ്ങൾ വലിയ തോതിൽ നിലം പതിച്ചു. ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയാതെ പോയി. വലിയ നഷ്ടമാണ് ഇതിലൂടെ കർഷകർക്കുണ്ടായത്. മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു. ഇപ്രാവശ്യത്തെ വിളവ് മൊത്തം ഈ കാറ്റ്, നേരത്തെ കാറ്റ് വന്നു. സാധാരണ നമുക്ക് കാറ്റ് വരുന്നത് ആടിമാസം എന്ന് പറഞ്ഞാൽ, തമിഴിൽ ആടിമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലാണ് സാധാരണ കാറ്റ് വരുന്നത്. ഇപ്രാവശ്യം നേരത്തെ കാറ്റ് വന്നു ഉള്ള പ്ലം മൊത്തം കൊഴിഞ്ഞു. പ്ലം മാത്രമല്ല, പ്ലമ്മിൻ്റെ കൂടെയുള്ള ആപ്പിളും ചെറിയ ആപ്പിളും എല്ലാം കൊഴിഞ്ഞുപോയി. കൊഴിഞ്ഞപ്പോൾ കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം 200 രൂപയ്ക്ക് മേലിൽ വില വന്നതാണ്. ഇതിൻ്റെ അകത്ത് അത് ഉപയോഗിക്കാൻ കിട്ടിയില്ല. ആ വില നമുക്ക് നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. പ്ലം കർഷകരെ മാത്രമല്ല, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിലെ മറ്റ് കർഷകരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി ബാധിച്ചു. സാധാരണ കാന്തല്ലൂർ മേഖലയിൽ കർക്കിടക മാസത്തിൽ ഉണ്ടാകുമായിരുന്ന കാറ്റും മഴയുമാണ് നേരത്തെ ഉണ്ടായതെന്നും കർഷകർ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്ന ജലം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് ശക്തമായ മഴയിൽ ഡാമിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയ സാഹചര്യത്തിൽ അണക്കെട്ട് തുറന്നത് 2022 ശേഷം ആദ്യമായി. മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പേ തന്നെ ഒരു പഠനം നടത്തിയിരുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. അതിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിപ്പിച്ച് ആ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ. മലയോര ഹൈവേയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് മൺതിട്ടയിടിഞ്ഞ് 2 വീടുകൾ അപകടാവസ്ഥയിൽ. മണ്ണിടിച്ചിലുണ്ടായത് കാഞ്ചിയാർ സ്വരാജിൽ. മഴ ശക്തമായി മൺതിട്ട കൂടുതലിടിഞ്ഞാൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത. ഇത്തവണ കാലവർഷ ആരംഭത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് സമ്മാനിച്ചത് വലിയ തിരിച്ചടി. കർഷകർക്ക് വിനയായത് കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലം പതിച്ചത്. മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞുപോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ കർഷകർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.